السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أحسن الكلام كلام الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الأخوة أوصيكم وإياي بتقوى الله. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് മുത്തക്കികളായി മുഖ്ലിസുകളായി ജീവിച്ച് മുസ്ലിമായി മരിക്കണേ എന്നെന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും കുടുംബത്തിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം മനുഷ്യരായി ജീവിക്കാൻ അവസരം ലഭിച്ചു. മനുഷ്യരിൽ അള്ളാഹു തിരഞ്ഞെടുത്ത മുഅ്മിനുകളാകാൻ, മുസ്ലിങ്ങളാകാൻ നമുക്ക് അവസരം ലഭിച്ചു. അതിൽ ഉമ്മത്ത് മുഹമ്മദാകാൻ അവസരം ലഭിച്ചു. ഉമ്മത്ത് മുഹമ്മദിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി അഹ്ലു സുന്നയിൽ ഉൾപ്പെടാൻ അവസരം ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നിടത്തേക്ക്, അതിൻ്റെ പഠനത്തിലേക്ക് നമ്മുടെ ഒഴിവ് ദിവസത്തെ മാറ്റി നിർത്താൻ, അതും അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സ്ഥലമായ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി തആല എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച പരിശുദ്ധമായ മസ്ജിദിൽ ഫർദ് നമസ്കാരത്തിന് ശേഷം വല്ലാത്ത വലിയ അനുഗ്രഹത്തിലാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചുറ്റുഭാഗത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ട്, നമ്മുടെ കൂടെ അവരുണ്ട്. ആകാശത്തുള്ളവൻ നമ്മെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. ആദരണീയമാണ് നമ്മുടെ സദസ്സ്. നമ്മൾ ആ അവസ്ഥയിലേക്ക്, ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം. നമുക്ക് വേണ്ടത് കൃത്യമായ വിശ്വാസവും നിഷ്കളങ്കമായ നമ്മുടെ ജീവിതാവസ്ഥയും മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്ത് നമുക്ക് പ്രത്യേകമായൊരവസരം തന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ എല്ലാ ആഴ്ചകളും നമ്മൾ നിർബന്ധമായി ഉണർത്തപ്പെടാറുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളൊക്കെ ഖുതുബ കേൾക്കാൻ പോകുന്ന നമ്മൾ കേൾക്കാറുണ്ട്. ഒന്നാമത് ഇമാം ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായി നമ്മൾ പഠിപ്പിക്കും, ഇന്ന അഹ്സനൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല പദങ്ങൾ, ഏറ്റവും നല്ല വാക്കുകൾ അത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അഹ്സനു സുനനി സുനൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ. അത് കഴിഞ്ഞ് വളരെ നല്ല വലിയൊരു താക്കീത് നമ്മോട് ഖത്തീബുമാർ പറയാറുണ്ട്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. അതിൽ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് കാര്യങ്ങളിൽ ഏറ്റവും തിന്മയായിട്ടുള്ളത്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. എല്ലാ പുതുതായി ചേർക്കുന്നതും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല. എല്ലാ ബിദ്അത്തുകളും ദലാലത്തിലേക്കാണ്. എന്നതുകൊണ്ട് തന്നെ തർബിയത്ത് ക്യാമ്പിൽ വിശ്വാസ പഠനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പല വിഷയങ്ങളെക്കുറിച്ച് ഓരോ തർബിയത്ത് ക്യാമ്പിലും എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ അറിയാറുണ്ട്. ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാഹിൻ്റെ റസൂൽ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്ന് തന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ വിരോധിച്ചത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. അവിടെയാണ് എന്താ റസൂലുള്ളാഹിൻ്റെ സുന്നത്തപ്പെട്ടത്, എന്താ പെടാത്തത് എന്നൊരു ചർച്ച വരാറുള്ളത്. അങ്ങനെ ചർച്ച വരുമ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ സുന്നത്തിൽപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അക്വാലുകളും അള്ളാഹിൻ്റെ റസൂലിൻ്റെ അഫ്ആലുകളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തക്രീറുകളും നമുക്ക് സുന്നത്താണ്. അത് സ്വഹാബാക്കളിലൂടെ താബികളിലൂടെ തബഅത്താബികളിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളതനുസരിച്ച് ജീവിക്കുമ്പോൾ അതിലൊന്നും പെടാത്ത ചിലത് വന്നാൽ അതായിരിക്കും ബിദ്അത്ത് അല്ലേ. ബിദ്അത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് എന്താ ബിദ്അത്ത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ബിദ്അത്ത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബിദ്അത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം പുതിയത്, പുതുതായി ഉണ്ടാക്കപ്പെട്ടത്, ഒരു മുൻ മാതൃകയില്ലാതെ ഉണ്ടാക്കപ്പെട്ടത് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞത് ബദിഉസ് സമാവാതി വൽ അർദ്, ബദിഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. അപ്പോൾ മുമ്പൊരു മാതൃക അങ്ങനെ ഉണ്ടായിരുന്നില്ല. മുമ്പൊരാകാശമോ മുമ്പൊരു ഭൂമി ഉണ്ടായിട്ടല്ല അള്ളാഹു എന്നിട്ട് സൃഷ്ടിച്ചത്. ഇത് പുതിയതാണ്. അള്ളാഹു സൃഷ്ടിച്ചത് ഒരു പുതിയ ആകാശത്ത് പുതിയ ഭൂമിയൊക്കെ. അങ്ങനെ പുതിയതായി മുൻ മാതൃകയില്ലാത്ത ഒന്നിനെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അതിനെ മുൻ മാതൃകയില്ലാത്തതിനാണ് അള്ളാഹു ബിദ്അത്ത് ബദിഅ എന്ന് സൂചിപ്പിച്ചത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, പ്രവാചകൻ പറയണം ജനങ്ങളോടെന്ത്, കുൽ മാ കുന്തു ബിദ്അം മിനർ റുസുൽ, മാ കുന്തു ബിദ്അം മിനർ റുസുൽ, ഞാൻ പ്രവാചകന്മാരിൽ പുതിയ ആളല്ല, അഥവാ ഒരു മുൻ മാതൃകയില്ലാത്ത ആളല്ല ഞാൻ. എൻ്റെ മുമ്പ് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരുപാട് അമ്പിയാക്കളുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം മുതലുള്ള ഒരുപാട് മുർസലുകളുണ്ട്. ഞാൻ പുതിയതല്ല. എനിക്ക് ആദ്യമായി ഞാൻ ചില പുതിയ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നവനല്ല. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച ആ വിശ്വാസ കാര്യങ്ങളുടെ തുടർച്ചയായി അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമായാണ് ഞാൻ വന്നിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ എല്ലാ കല്ലുകളും റെഡിയാണ്, മൂലയിൽ ഒരു കട്ട ബാക്കിയുണ്ട്. ആളുകളൊക്കെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നു. ആളുകളൊക്കെ പറയുന്നു ഇതും കൂടെ ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമാകുമായിരുന്നല്ലോ. അത് പൂർണ്ണമായതാണ് ഞാൻ എന്നല്ലാൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരാം. അഥവാ പ്രവാചക ശൃംഖലയുടെ പൂർത്തീകരണമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആദ്യത്തെ പ്രവാചകനല്ല. അത് പറയാൻ അല്ലാഹു പറഞ്ഞത് മാ കുന്തു ബിദ്അം മിനർ റുസുൽ, ഞാൻ പുതിയതല്ല എന്ന് പറയാം. അപ്പോൾ ബിദ്അത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം പുതിയത് അഥവാ മുൻ മാതൃകയില്ലാത്തത് എന്നതാണ്. അതിന് അത് ഷറയിൽ അങ്ങനെ ബിദ്അത്തിനെ കുറിച്ച് പറഞ്ഞാലോ, അത് രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് ബിദ്അത്ത് ആദത്തിലുള്ള ബിദ്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചപ്പോൾ അദ്ദേഹം ധരിച്ച വസ്ത്രത്തിൻ്റെ രീതിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭക്ഷണമുണ്ട്, വാഹനമുണ്ട്, പാർപ്പിടമുണ്ട്, പ്രബോധനം ചെയ്ത ക്ലാസിൻ്റെ രീതികളുണ്ട്. അങ്ങനെ ആദിയായ കുറേ കാര്യങ്ങൾ. അത് നമുക്ക് കുറേ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ അതുപോലുള്ള വാഹനത്തിലല്ല യാത്ര ചെയ്യുന്നത്. നമ്മളതേ ഭക്ഷണമല്ല, അതേപോലെയുള്ള ഭക്ഷണങ്ങളല്ല നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതിക്ക് വ്യത്യാസമുണ്ട്, നമ്മുടെ വസ്ത്രത്തിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ ആദിയായ ബിദ്അത്താണ്. അത് അനുവദനീയമാണ്. അത് വസ്ത്രത്തിൻ്റെ നിബന്ധനകളിൽ നിന്ന് തെറ്റുമ്പോൾ അതെന്താവും? അപകടമാവും. നമ്മളത് പരിശോധിക്കുമ്പോൾ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഒരു ബിദ്അത്ത് പഠിപ്പിച്ചു. അത് ദീനിലുള്ള ബിദ്അത്താണെന്ന് പറഞ്ഞു. അല്ലേ? ബിദ്അത്ത് രണ്ടായി. ഒന്ന് ആദിയാണ്, മറ്റൊന്ന് ദീനിലുള്ള ബിദ്അത്താണ്. ദീനിലുള്ള ബിദ്അത്തിൻ്റെ അവസ്ഥ എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യങ്ങളിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ച് തന്ന കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പുതുതായി ഉണ്ടാക്കിയാൽ, അത് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയിൽപ്പെട്ടതല്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് റദ്ദ് ചെയ്യപ്പെടണം, അത് തള്ളപ്പെടണം, അത് സ്വീകരിക്കാൻ പറ്റൂല. ഒന്നും കൂടെ വിശദീകരിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ പറയാ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു അമൽ ചെയ്താൽ ആ അമൽ നമ്മുടെ കൽപ്പനയിൽപ്പെട്ടതല്ലെങ്കിൽ ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. അതാണ് ദീനിലുള്ള ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇനി ദീനിലുള്ള ബിദ്അത്ത് അല്ലേ? ദീനിയായ ബിദ്അത്ത് തന്നെ രണ്ട് തരത്തിലാണ്. അൽ ബിദ്അത്തു ഫിദ്ദീനി നവാൻ. മഹാനായ ഇബ്നു ഉദൈമീൻ റഹ്മഹുല്ല അദ്ദേഹം വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതിയ അൽ ഇർഷാദു ഫി സഹീഹുൽ അഖായിദ് എന്ന കിതാബുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പഠനങ്ങൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ആ കിതാബിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബിദ്അത്ത് ദീനിൽ രണ്ട് വിധത്തിലാണ്. ഒന്ന് ബിദ്അത്തുൻ ഖൗലിയത്തുൻ ഇഅ്തിഖാദിയത്തുൻ, എന്താ വിശ്വാസവും സംസാരവുമായിട്ട് വരുന്ന ബിദ്അത്തുകൾ. ചില ചിന്താഗതികളാണത്, ചില സംസാരങ്ങളാണത്. അങ്ങനെ കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ജഹ്മിയാക്കൾ വന്നിട്ടുണ്ട്, മുഅ്തസിലിയാക്കൾ വന്നിട്ടുണ്ട്, റാഫിളകൾ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് വിഭാഗങ്ങൾ, അവാന്തര വിഭാഗങ്ങൾ അത്തരം ചിന്തകളുമായി വന്നിട്ടുണ്ട്. മറ്റൊന്ന് ബിദ്അത്ത് ഇബാദത്തിലുള്ള ബിദ്അത്താണ്, ആരാധനകളിലുള്ള ബിദ്അത്തുകൾ. ആ ആരാധനകളുള്ള ബിദ്അത്തുകൾ കത്തഅബ്ബുദിലില്ലാഹി ബിഇബാദത്തിൻ ലം യശ്റഉഹ, അല്ലാഹ് ശറഅാക്കിയിട്ടില്ലാത്ത ആരാധനകൾ, അല്ലാഹ് ശറഅാക്കിയിട്ടില്ലാത്ത അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ശറഅ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരാധനകൾ എങ്ങനെ ജീവിക്കണോ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ സാധാരണ ജീവിതത്തിലൂടെ 40 കൊല്ലം വളർത്തിക്കൊണ്ടുവന്ന് ആ സമൂഹത്തിൽ ഒരു കളവോ ഒരു അസത്യമോ ഒരു വഞ്ചനയോ ഒരു വിശ്വാസക്കുറവോ ഇല്ലാതെ ആ സമൂഹത്തിന് പരിപൂർണമായി അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്ത് അവരുടെ കൂടെ ജീവിക്കാൻ വിട്ട് അവരുടെ കൂടെ ജീവിച്ച് കാണിച്ചു തരിക അള്ളാൻ്റെ ദീന്. കൃത്യമാണത്. അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ലേ, വിശക്കാറുണ്ട്. അദ്ദേഹത്തിന് വഴിതെറ്റി അല്ലെങ്കിൽ കണ്ണ് കാണാതെ മുന്നിൽ കുഴിയുണ്ടായപ്പോൾ അതിൽ വീണുപോയിട്ടുണ്ട്. പല്ലിന് തട്ടിയപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ട്. നെറ്റിയിൽ ഹെൽമറ്റിൻ്റെ മുള്ളു തറച്ചപ്പോൾ മുറിഞ്ഞിട്ടുണ്ട്. ദാഹിച്ചപ്പോൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അഥവാ മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാൻ്റെ ദീന് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ജീവിതത്തിൽ പെട്ടുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയുക, ശറഅ് എന്ന് പറയുക. അള്ളാഹ് നിയമമാക്കി തന്നത്, കാണിച്ചു തന്നതത്. അതിൽ പെടാത്തത് എന്തെങ്കിലും വന്നാൽ അത് ഇബാദത്തിലുള്ള ബിദ്അത്താണ്. ആ ഇബാദത്തിലുള്ള ബിദ്അത്ത് അതും പല വിധത്തിലാണ്. ഒന്ന് മയകൂനു ഫി അസ്ലിൽ ഇബാദ, ഇബാദത്തിൻ്റെ അസ്ല് പെടാത്തത്. അങ്ങനെയാ അള്ളാഹ് നിയമമാക്കാത്ത ചില നിസ്കാരങ്ങൾ, അള്ളാഹ് പഠിപ്പിക്കാത്ത ചില നിസ്കാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ചില ദിവസങ്ങളിൽ പ്രത്യേകമായ ചില നിസ്കാരങ്ങൾ, ചില രാവിൽ പ്രത്യേകമായ നിസ്കാരങ്ങൾ, അങ്ങനെ അള്ളാഹ് പഠിപ്പിക്കാത്ത ചില നിസ്കാരങ്ങൾ. നിസ്കാരം ഇബാദത്തല്ലേ? ആണ്.
നിസ്കാരം മുത്തലക്കായി നിസ്കരിക്കാൻ പറ്റൂലേ? പറ്റും. എന്നാൽ അല്ലാഹ് പഠിപ്പിക്കാത്ത നമസ്കാരങ്ങൾ നമസ്കരിച്ചാലോ? അത് ബിദ്അത്താണ്, അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. അല്ലാഹ് പഠിപ്പിക്കാത്ത ചില നോമ്പുകൾ, ഷഅബാൻ 15 എല്ലാ മാസത്തിലും അയ്യാമുൽ ബീദിൽ നോമ്പെടുക്കുന്ന ആൾക്ക് 13, 14, 15 നോമ്പെടുക്കുമ്പോൾ ഷഅബാൻ 15 നോമ്പെടുക്കാം. അത് തെറ്റൊന്നുമല്ല. എന്നാൽ ഷഅബാൻ 15 മാത്രം ഒരു സുന്നത്ത് നോമ്പുണ്ട് എന്ന് പറഞ്ഞൊരാൾ നോമ്പെടുത്താലോ? നോമ്പല്ലേ? ഒരു നോമ്പെടുത്താലുള്ള അവസ്ഥ എന്താ? ഒരാളൊരു നോമ്പെടുത്താൽ മൻ സാമത് യൗമൻ അബഅദുല്ലാഹു മിനന്നാരി 70 ഹരീഫ, 70 കൊല്ലം ദൂരെയാക്കും നരകത്തുനിന്ന്. വലിയ ഇബാദത്താണ്. പക്ഷേ അത് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ദിവസങ്ങളിൽ സുന്നത്തുണ്ടെന്ന് പറഞ്ഞെടുത്താലോ? അത് ബിദ്അത്താണ്. അത് ഇബാദത്തിൽ അസുലില്ലാത്ത ഇബാദത്ത് ചെയ്യലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ചില ആഘോഷങ്ങൾ, അല്ലേ, ചില ആഘോഷങ്ങൾ പുണ്യം ലഭിക്കുമെന്ന് കരുതി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു ആഘോഷമായി കണ്ടാലോ? ബിദ്അത്താണത്. കാരണം അള്ളാഹിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി 23 കൊല്ലം ജീവിച്ചു. സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടെ 10 കൊല്ലം മദീനയിൽ ജീവിച്ചു. അതിനുശേഷം 30 കൊല്ലം ഖുലഫാഉർ റാഷിദുകൾ ജീവിച്ചു. റസൂലുള്ളാഹിൻ്റെ കൂടെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഐഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം 48 കൊല്ലം ജീവിച്ചു. ഇല്ല, അവിടെ ആരും, അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 കൊല്ലം ഖിദ്മത്തെടുത്ത ഞാൻ താങ്കളുടെ ഖുവൈദിമായ ഉനൈസാണെന്ന് പറഞ്ഞ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഏകദേശം 9 പതിറ്റാണ്ടോളം റസൂലുള്ളാഹിക്ക് ശേഷം ജീവിച്ചു. എവിടെയും കണ്ടിട്ടില്ല അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തിൽ പ്രത്യേകമായ ഒരു ആഘോഷമോ. അഥവാ അള്ളാഹിൻ്റെ റസൂൽ ഷറാക്കാത്തതാണത്. അത് ബിദ്അത്താണ്. അത് ആരാധനയിലുള്ള ഇബാദത്തിലുള്ള ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, മാ യകൂനു ഫി സിയാദത്തി അലൽ ഇബാദിൽ മശ്റൂഅ, അള്ളാഹു ഷറാക്കിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഷറാക്കപ്പെട്ട ഇബാദത്തുകളിൽ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ മഗ്രിബ് 3 റക്അത്തേ ഉള്ളൂ, നമ്മൾ പള്ളിയിൽ തന്നെ ഇരിക്കുന്ന വിചാരിച്ച് 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അസർ ഇനി ഒരു റക്അത്ത് കൂട്ടാൻ, അല്ല സുബഹിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ഇന്ന് ഒഴിവാ, ഒരു റക്അത്ത് എണ്ണം കൂട്ടാൻ ഇല്ല. അങ്ങനെ കൂട്ടി നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അത് എണ്ണം തിട്ടപ്പെടുത്തിയത് ആ എണ്ണത്ത് കറക്റ്റാണ്. ആ എണ്ണത്തിലും എന്തു വേണം? വർധനവില്ലാതിരിക്കണം. അതും ബിദ്അത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചൊന്നും കൂട്ടാൻ പറ്റില്ല. മറ്റൊന്ന്, ചില ഇബാദത്തുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചില സിഫത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കപ്പെടാത്ത സിഫത്തിൽ ഒരാൾ ഇബാദത്ത് ചെയ്യുക. ദിക്ർ ചൊല്ലൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, എല്ലാ സമയവും ദിക്ർ ചൊല്ലാൻ, നമ്മുടെ നാവിനെ ദിക്ർ കൊണ്ട് നനയ്ക്കാൻ, എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെ ഓർത്താൽ ഫദ്കുറൂനി അദ്കുറുക്കും, അഖില ലോകത്തിൻ്റെ രക്ഷിതാവ് എന്നെ ഓർക്കൂ, ഞാൻ അവൻ്റെ റബ്ബിനെ ഓർത്താൽ. അങ്ങനെ ഞാൻ ദിക്ർ ചൊല്ലുന്നു. ചെല്ലാൻ പഠിപ്പിച്ച രീതികളുണ്ട്. ചില ദിക്റുകൾ ഇഷ്ടംപോലെ ചെല്ലാൻ പറ്റുന്നുണ്ട്. ചില എണ്ണം നിശ്ചയിച്ച് ചെല്ലാൻ പറഞ്ഞുണ്ട്. എവിടെയെങ്കിലും ആ സിഫത്ത് തെറ്റിച്ച് ഞാൻ അങ്ങ് ചെല്ലിയാലോ? അല്ലേ, ഒരു കല്ലൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു തസ്ബീഹ് എടുത്ത് ഞാനിങ്ങനെ ദിക്ർ ചെല്ലുക, ഞാനിങ്ങനെ ചൊല്ലിക്കൊടുക്കുക, ബാക്കിയുള്ളവർ കേട്ട് ചെല്ലുക. സ്വഹാബാക്കളുടെ കാലത്ത് അങ്ങനെ കണ്ടപ്പോൾ ശക്തമായി വിമർശിക്കപ്പെട്ടത് ഹദീസിൻ്റെ കിതാബുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിഫത്ത് കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ലാത്തതാണ്, അത് ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ചില ആരാധനകൾക്ക് ചില സമയങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ തഖ്സീസ് ചെയ്യുക, അതിന് പ്രത്യേകമായി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടില്ലാത്തത്. ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക സമയങ്ങളിൽ ചിലത് ചെയ്താൽ, ചില ദിക്ർ ചൊല്ലിയാൽ, അല്ലേ, നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ കാലമാണ്, ഒരുപാട് വരും.
ഇന്ന ദിക്ർ ഇത്ര പ്രാവശ്യം ചെല്ലിയാൽ ഇന്ന സമയത്ത് ചെല്ലിയാൽ ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. സഹോദരങ്ങൾ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഹി നിലച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ അടുത്തുനിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന് പറയാൻ അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പറ്റില്ല. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ്. ഖാത്തിമുൻ നബി അംബിയാ, ഖാത്തിമുൽ അംബിയാ. ആ പ്രവാചകന് ശേഷം ഒരു വഹിയില്ല. അങ്ങനെ വഹിയില്ലാത്തത് കൊണ്ട് തന്നെ അതിന് ശേഷം വന്ന ഒരാൾ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ, ഇന്ന സമയത്ത് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞാൽ, മുഅ്മിനായൊരു മനുഷ്യന്, മുഖ്ലിസായ മനുഷ്യന്, തർബിയത്ത് പങ്കെടുത്തൊരു മനുഷ്യന് കൃത്യമായിട്ട് പറയാൻ കഴിയണം, ഇല്ല അത് തെറ്റാ. കാരണം എന്ത് ചെയ്തില്ല? അള്ളാഹിൻ്റെ റസൂല് അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സമയം അതിൻ്റെ ഒരു സിഫത്ത്, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഖുസൂസിയത്തിൽ, ഒരു പ്രത്യേകതയിൽ എന്തിലെങ്കിലും ഒരു മാറ്റം പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ ഷറയിൽ അതില്ല എന്ന് പറയാൻ എനിക്ക് കഴിയുമ്പോൾ എനിക്ക് ആ ബിദ്അത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും. അങ്ങനെ ആയാലോ? അങ്ങനെ ഞാൻ ചെയ്താൽ എന്താ പ്രശ്നം അല്ലേ? അങ്ങനെ ആകുമ്പോൾ കുല്ലു ബിദ്അത്തിൻ ളലാല, കുല്ലു ബിദ്അത്തിൻ ളലാല. അല്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ. സൂക്ഷിക്കണം, നിങ്ങൾ കാര്യങ്ങളിൽ പുതുതായി കൂട്ടിച്ചേർക്കുന്നതിനെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, തീർച്ചയായും എല്ലാ പുതുതായി കൂട്ടിച്ചേർക്കുന്നതും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താ. ഞാൻ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എനിക്ക് ളലാലത്തിൻ്റെ കൂട്ടത്തിൽ പോകണ്ടാൻ. എന്നിട്ട് പിന്നെ ഞാൻ ബിദ്അത്ത് ചെയ്താൽ എന്തിനാ ഞാൻ ദുആ ചെയ്തത് അല്ലേ? എന്തിനാ ഞാൻ ദുആ ചെയ്തത്? അത് അബദ്ധമാവും. അതുകൊണ്ട് എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്, റിസാലത്തിന് ഷഹാദത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ മുഅ്മിനാകുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തും എന്ന് മനസ്സ വാച കർമ്മണ അംഗീകരിച്ച ഒരു മുഅ്മിനെ അള്ളാഹിൻ്റെ റസൂൽ ഷറാക്കാത്തൊരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്യാൻ കഴിയില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ നമ്മുടെ കാര്യങ്ങളിൽ പെടാത്തതൊന്ന് അത് വന്നാൽ അത് ബിദ്അത്താണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബാദത്തിൽ, ഇഅ്തിഖാദത്തിൽ ബിദ്അത്ത് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അടിയുറച്ചു നിന്ന് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി ബിദ്അത്തിൽ നല്ലതുണ്ട് ചീത്തയുണ്ട് എന്നൊക്കെ പറയുന്ന ആളുണ്ട്. ബിദ്അത്തിൽ അല്ലേ, ബിദ്അത്തിന് ഹസനത്തുണ്ട്, ബിദ്അത്തിന് സയ്യിഅത്തുണ്ട്, അല്ലെങ്കിൽ ബിദ്അത്തിന് കബീഹത്തുണ്ട് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ വരുന്നൊരു ചർച്ചയാണത്. കുറേ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് മറുപടി ഉണ്ട്. എന്താ? കുല്ലു ബിദ്അത്തിൻ ളലാല, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ പുതിയതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അപ്പോൾ വഴികേടിലാണ്. അപ്പോൾ ഒരു ബിദ്അത്തും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ രണ്ട് തരത്തിലുള്ള ബിദ്അത്തില്ല എന്നത് നമ്മൾ തിരിച്ചറിയാൻ ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ നമ്മൾ അടുത്ത ഈ തുടർ ക്ലാസ്സുകളിൽ നമുക്ക് ലഭിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
أقول قولي هذا واستغفروه إنه هو الغفور الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഇൻഷാ അല്ലാഹ് 2 തരത്തിലുള്ള ബിദ്അത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണത്? ബിദ്അത്ത് ആദ്യം ബിദ്അത്ത് ദീനിയും